ഹേ എവരിവൺ, അഫിലിയേറ്റ് മാർക്കറ്റിംഗിന്റെ പാർട്ട് 3 വീഡിയോ ആണിത്. ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ട്രെൻഡിങ് പ്രൊഡക്ട്സ് ഫൈൻഡ് ചെയ്യാന്നുള്ളത് പറഞ്ഞിരുന്നതായിരിക്കും. ഇൻസ്റ്റഗ്രാം, പിൻട്രസ്റ്റ്, യൂട്യൂബ് എന്നീ 3 ആപ്പുകളിലൂടെ നമുക്ക് ഈ പ്രൊഡക്ട്സ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് ഇൻസ്റ്റഗ്രാമിലൂടെ എങ്ങനെ പ്രൊഡക്ട്സ് ഫൈൻഡ് ചെയ്യാന്നുള്ളത് പറഞ്ഞുതരാം. നിങ്ങൾ സെർച്ച് എന്നുള്ള ഓപ്ഷനിൽ മീഷോ ട്രെൻഡിങ് ഫൈൻഡ്സ് എന്ന് സെർച്ച് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ്, അപ്പോൾ മീഷോയത്തെ മാത്രമേ ഇപ്പോൾ നോക്കുന്നുള്ളൂ. അതുകൊണ്ട് മീഷോ ട്രെൻഡിങ് ഫൈൻഡ്സ് എന്ന് സെർച്ച് ചെയ്യാം. അതല്ലെങ്കിൽ ഇപ്പോൾ കിച്ചൺ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മീഷോ ട്രെൻഡിങ് കിച്ചൺ ഫൈൻഡ്സ് എന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഒരുപാട് വീഡിയോസ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതിൽ ഏതെങ്കിലും ഒരു വീഡിയോസിൽ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് ഇഷ്ടമായി, നിങ്ങൾക്ക് ആ വീഡിയോ ചെയ്യണം, ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആളുകളിലേക്ക് എത്തിക്കണം, സെയിൽ ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ അവരെ ഫോളോ ചെയ്യുക, ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്യാം. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് മീഷോത്തെ പ്രൊഡക്റ്റ് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് നമുക്ക് ആ ലിങ്കിൻ്റെ അവിടെ കാണാൻ വേണ്ടി പറ്റും മീഷോത്തെ, ആമസോണത്തെ ആണോ ഫ്ലിപ്കാർട്ടത്തെ ആണോ എന്നുള്ളതൊക്കെ. അത് ഇനി ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നുള്ള ആപ്പുകളിലൂടെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് ചെയ്യാം. എന്നിട്ട് അത് മീഷോയിലുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സെർച്ചിങ്ങിൽ നമ്മൾ പോകുന്ന സമയത്ത് അവിടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ആ സ്ക്രീൻഷോട്ട് ചെയ്ത ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് മീഷോയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോസും ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടുന്നതാണ്. പല പ്രൈസിലും ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനായിട്ട് ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് നല്ല ക്വാളിറ്റിയിലെ പ്രൊഡക്റ്റ് ആണെങ്കിൽ മാത്രം നിങ്ങളിത് സെയിൽസ് നടത്താൻ വേണ്ടി നോക്കുക. ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൂടെ എങ്ങനെ പ്രൊഡക്റ്റ് ഫൈൻഡ് ചെയ്യാന്നുള്ളത് പറഞ്ഞു. ഇതേപോലെ തന്നെ നമുക്ക് യൂട്യൂബിലും സെർച്ച് ചെയ്യാം, പിൻട്രസ്റ്റിലും സെർച്ച് ചെയ്യാം. ഇവിടെ ഈ 3 ആപ്പിലൂടെയും ഈ ഒരു ഫൈൻഡ്സിൻ്റെ, അതായത് ഇങ്ങനത്തെ മീഷോ ഫൈൻഡ്സിൻ്റെയും അതുപോലെ തന്നെ വേറെ ആപ്പുകളിലൂടെ എല്ലാ പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു 3 ആപ്പിലൂടെ നിങ്ങൾക്ക് വീഡിയോസ് കണ്ടെത്താൻ വേണ്ടി പറ്റും. ഈ ഒരു 3 ആപ്പിൽ നിന്നും വീഡിയോസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്നുള്ളത് പറഞ്ഞുതരാം. പക്ഷേ ഇത് നമുക്ക് 2 തരത്തിലൂടെ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ആ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് യൂസ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ റിവ്യൂ ആയിട്ട്, ഭയങ്കര ഹോണസ്റ്റ് റിവ്യൂ ആയിട്ട് നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഫോണാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ പ്രൊഡക്റ്റിൻ്റെ വീഡിയോ എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വോയിസും ആഡ് ചെയ്യാം. ഇനി വോയിസ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീഡിയോ എടുത്തിട്ട് ആ ഒരു പ്രൊഡക്റ്റ് ആളുകളിലേക്ക് എത്തിക്കാം. നെക്സ്റ്റുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ ആ പ്രൊഡക്റ്റിൻ്റെ വീഡിയോസ് ഇൻസ്റ്റഗ്രാം, പിൻട്രസ്റ്റ്, യൂട്യൂബ് എന്നീ ആപ്പുകളിലൂടെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ആളുകളിലേക്ക് എത്തിക്കുകയാണ്. ഇത് നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോസ്, അവരുടെ ലോഗോ കാര്യങ്ങളോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്ത വീഡിയോസ് ഉണ്ടെങ്കിൽ അവരുടെ ഓൺ വോയിസ് ഒക്കെ ഉള്ള വീഡിയോസ് അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തന്നെ ബാനായി പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റില്ല. കറക്റ്റായിട്ട് വീഡിയോസ് എങ്ങനെ ഫൈൻഡ് ചെയ്യാമെന്നുള്ളതും അതുപോലെ തന്നെ ഈ വീഡിയോസ് നമുക്ക് എങ്ങനെ അപ്ലോഡ് ചെയ്യാം, എഡിറ്റ് ചെയ്യാമെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നതായിരിക്കും. ഞാനിപ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ വാങ്ങിയൊരു പ്രൊഡക്റ്റ് നമ്മുടെ ഫോണിൽ വീഡിയോ എടുത്തിട്ട് നമ്മൾ വോയിസ് ഇട്ടിട്ട് അപ്ലോഡ് ചെയ്യുന്നു. ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ അവിടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നില്ല, നമ്മളിപ്പോൾ ട്രെൻഡിങ് പ്രൊഡക്റ്റ് ആണെന്ന് മനസ്സിലാക്കി ആ ഒരു പ്രൊഡക്റ്റിൻ്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. ഇതാണ് ഈ 2 ഓപ്ഷൻ. നിങ്ങൾ ഏത് ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നുള്ളത് കമൻറ്റ് ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞിരുന്നതായിരിക്കും.